നമ്മളെ ആശങ്കപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം ബോംബേർ ഉണ്ടായത്. പോലീസ് പരിശോധന ഇന്ന് രാവിലെയും ഉണ്ടായി. ജില്ലാ പോലീസ് മേധാവി ആർ ഇളങ്കോ പരിശോധനയ്ക്കായി എത്തി. ഇന്നലെ രാത്രിയായിരുന്നു ശോഭയുടെ അയൽവാസിയുടെ വീട്ടിലേക്ക് അജ്ഞാതർ ബോംബെറിഞ്ഞത്. സംഭവം വാർത്തയായതിനു പിന്നാലെ മാത്രമാണ് പോലീസ് പരിശോധനയ്ക്ക് പോലും തയ്യാറായത്. എഫ്ഐആർ ഇടാൻ വൈകുന്നത് പോലീസ് ഒത്തുകളിയുടെ തെളിവാണെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. എല്ലാ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന ആളുകളും അത്രയും ശക്തമായിട്ടുള്ള ശബ്ദം കേട്ടതുകൊണ്ടാണ് എല്ലാവരും പുറത്തിറങ്ങിയത്. ഇപ്പോൾ പോലീസ് അവരോടെല്ലാം തന്നെ സംസാരിച്ചു. ഇപ്പോൾ സംസാരിച്ച സമയത്ത് ഇപ്പോൾ നേരെ ഈ തൊട്ടടുത്ത വീട്ടിലെ സഹോദരി പറഞ്ഞു, വളരെ വലിയൊരു ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ ഓടി വന്നു. പക്ഷേ വാഹനം ഒരു കാറ് കിടക്കുന്നുണ്ടായിരുന്നു, ബൈക്കുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ആർക്കും പറ്റിയിട്ടില്ല. കാരണം അവരകത്തുനിന്ന് പുറത്തു വരുന്ന അതേ വേഗതയിൽ തന്നെയാണ് ശബ്ദം കേട്ട് ഞാൻ അടുക്കളയിലായിരുന്നു. അടുക്കളയിൽ നിന്ന് ഉമ്മറും കടന്ന് ഞാൻ പുറത്തേക്ക് വരുന്നത്. ആര് ഇത് ചെയ്തു, എന്താണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത? അപ്പോൾ ഈ ഒരു ദിവസം അങ്ങനെ ഇത്തരം ഒരു വിഷയം ചെയ്യാനായിട്ട് എന്തിനാണ് തിരഞ്ഞെടുത്തത്? അത് എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പാർട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തിനാണ് അങ്ങനെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? അതിൻ്റെ പിറകിൽ ആരാ പ്രവർത്തിച്ചിട്ടുള്ളത്? എന്തായാലും വീട് അറിയാത്ത ആളുകളാണ് വന്നത് എന്നാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക. ഇതൊന്നും നമ്മളല്ല കണ്ടെത്തേണ്ടത്. കാരണം പോലീസ് അധികാരികളാണ് ഇതിനെല്ലാം തന്നെ മറുപടി പറയേണ്ടത്. അവരത് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തണം എന്നാണ് പാർട്ടിയുടെ താല്പര്യം. സാനു സജീവിച്ചിരുന്നുണ്ട് വിവരങ്ങളുമായി. സാനു, ഏതായാലും ഈ വാർത്ത കൊടുത്തതോടുകൂടി എങ്കിലും പോലീസ് പരിശോധനയ്ക്ക് ഗൗരവത്തോടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇളങ്കോ ഇവിടെ ഈ വീട് സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഒരു പ്രാഥമിക പരിശോധനയൊക്കെ വീണ്ടും ഇന്നുകൂടി നടത്തിയതിനു ശേഷവും എന്തെങ്കിലും നിഗമനങ്ങളിലേക്കൊക്കെ പോലീസ് എത്തുന്നുണ്ടോ? എഫ്ഐആർ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഇന്നലെ രാത്രി 10:45 കൂടിയാണ് ശോഭാ സുരേന്ദ്രന്റെ തൃശ്ശൂരിലെ വസതിക്ക് സമീപം ഒരു സ്ഫോടനം നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി തന്നെ നേരിട്ടെത്തി വീടിന് സമീപ പ്രദേശങ്ങളിൽ ഈ പ്രദേശങ്ങളിലെല്ലാം പരിശോധന നടത്തുകയാണ്. അതായത് ഈ പൊട്ടിത്തെറി ഉണ്ടായത് അധികം വ്യാപ്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്ഫോടക വസ്തുവല്ല, മറിച്ച് ഈ പൊട്ടിത്തെറി ഉണ്ടായ പ്രദേശത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ ഇന്നലെ വൈകിട്ട് ഉണ്ടായ സ്ഫോടനത്തിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണമോ എഫ്ഐആർ അടക്കമുള്ള നടപടികൾ അടക്കം ഉണ്ടായിരുന്നില്ല. ഇത് ബി.ജെ.പി. വലിയൊരു ആരോപണമായിട്ട് ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജില്ലാ പോലീസ് മേധാവി തന്നെ ഈ സ്ഥലത്ത് സന്ദർശനം നടത്തി അടിയന്തര നടപടി ഉണ്ടാവുമെന്നും പരിശോധനകൾ നടത്തുമെന്നും ഈ പരിശോധനയ്ക്കായിട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇന്നലെ രാത്രി 10:45 കൂടിയാണ് ഇത്തരത്തിലൊരു സ്ഫോടനം നടക്കുന്നത്. ശോഭാ സുരേന്ദ്രന്റെ തൃശ്ശൂരിലെ വസതിക്ക് തൊട്ടുമുന്നിൽ ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമാനമായിട്ടുള്ള മറ്റൊരു വീടിന് മുന്നിൽ തന്നെ ഏകദേശം മീറ്ററുകളുടെ വ്യത്യാസത്തിലുള്ള മാത്രം അകലത്തിലുള്ള ഒരു വീടിന് മുന്നിലാണ് സ്ഫോടനം നടത്തിയത്. ശോഭാ സുരേന്ദ്രനും അതേപോലെ തന്നെ ബി.ജെ.പി. നേതാക്കളും വ്യക്തമാക്കിയത് തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു അക്രമമായിരുന്നു എന്നാണ് ബി.ജെ.പി. പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. അതായത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കേസെടുക്കാൻ തയ്യാറാവാത്തത് പോലീസ് അക്രമികളെ സംരക്ഷിക്കുന്നത് കൊണ്ടാണെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ബി.ജെ.പി. ആരോപിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി തന്നെ നേരിട്ടെത്തി പരിശോധന നടത്തിയിരിക്കുകയാണ്. നടപടികൾ അടിയന്തര ഉണ്ടാകുമെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. വീണ, അത് സനു, ഈ അന്വേഷണത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നൊക്കെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ടല്ലോ. എന്തെങ്കിലും പ്രത്യേകതകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട സൂചനകൾ ഇവിടെ നിന്ന് കണ്ടെടുക്കാനായി എന്ന റിപ്പോർട്ടുകളുണ്ടോ? ഇല്ല, അതായത് ഈ പൊട്ടിത്തെറി നടന്ന പ്രദേശത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട്, അതായത് ആരുടെ വീടാണ് അത് എന്നുള്ളത് കണക്ക് കൂട്ടിക്കൊണ്ടുള്ള ഒരു നടപടികളാണ്. അതായത് ഈ പ്രദേശമാണ് പ്രധാനം. അതായത് ഒരു സംസ്ഥാന നേതാവിന്റെ വീടിന് മുന്നിൽ ഇത്ര ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കുന്നു. ആ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചിരിക്കുന്നത് എന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് എന്താണ് പൊട്ടിത്തെറിച്ചതെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രാഥമിക നിഗമനം തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഫോറൻസിക് വിദഗ്ധരുടെ അടക്കം പരിശോധനകൾ ഉണ്ടാകും. അതിനുശേഷം അതിലേക്ക് എത്താൻ സാധിക്കുമെന്നും അതേപോലെ തന്നെ ഈ ഉടൻ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരിലേക്ക് തങ്ങൾക്ക് അന്വേഷണം എത്തിക്കാൻ സാധിക്കുമെന്നുമാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ സ്ഫോടനം നടന്ന അല്ലെങ്കിൽ ഈ പൊട്ടിത്തെറി നടന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കേസെടുക്കാൻ തയ്യാറാവാത്തതിന് വലിയ വിമർശനങ്ങളാണ് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും നമ്മൾക്ക് ശോഭാ സുരേന്ദ്രനോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആരായാം. അതായത് ജില്ലാ പോലീസ് മേധാവി അടക്കം ഇവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്താണ് പ്രതികരണം നമുക്ക് ആരായാം. ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു അന്വേഷണത്തിന് പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്ന്, അതേപോലെ പൊട്ടിത്തെറിച്ച പ്രദേശം ഈ ഒരു പ്രദേശത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതെന്നുമാണ് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിട്ടുള്ളത്.
അല്ല, അന്വേഷണം നടക്കണമെന്നുള്ളതാണല്ലോ നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണം കൃത്യതയോടുകൂടി സുതാര്യമായിട്ട് നടത്തുകയും ഇത്തരം ഒരു സംഭവം ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള മുൻകരുതലെടുക്കുകയും ചെയ്യണമെങ്കിൽ തന്നെ ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നത് പുറത്തു കൊണ്ടുവരണമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് അധികാരികളുടെ ശ്രദ്ധയിൽ അവർ നമ്മളോട് ഇപ്പോൾ വീണ്ടും സംസാരിച്ചു. വളരെ കാര്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. നമ്മളതിനെ സ്വാഗതം ചെയ്തു. അത്ര തന്നെ. എന്തായാലും ഈ നിലവിൽ ഇപ്പോഴത്തെ അന്വേഷണത്തെ BJP സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് BJP പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത്. അതേപോലെ ഈ ഒരു പൊട്ടിത്തെറി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വെച്ച് പൊറിപ്പിക്കാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ സമാന നിലയിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഇനിമേലിൽ ഉണ്ടാവാത്ത വിധത്തിലുള്ള നടപടി വേണമെന്നുമാണ് BJP ആവശ്യപ്പെടുന്നത്. വീണ സാനു, അതേസമയം അവിടെ നിന്നും പ്രധാനപ്പെട്ട തെളിവുകൾ ആദ്യഘട്ടത്തിൽ കണ്ടെടുക്കാനാകുമ്പോൾ മാത്രമാണ് ഇത്തരമൊരു കേസുകളിലൊക്കെ മുന്നോട്ട് പോകാൻ കഴിയുക. ഇന്നലെ ഈ സംഭവം ഉണ്ടായി എന്ന് അറിയിച്ചുടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവിടെ നിന്ന് എന്ത് നിഗമനങ്ങളിലേക്കാണ് പോലീസ് എത്തിയത്? സമീപവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സമാധാന നിർദ്ദേശം നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളിലേക്ക് കൂടി. വീണ, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫോടനം നടന്ന മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കേസെടുക്കാൻ തയ്യാറായില്ല പോലീസ് എന്നുള്ള തരത്തിലുള്ള ആരോപണവുമായി BJP രംഗത്ത് വന്നതോടുകൂടിയാണ് ജില്ലാ പോലീസ് മേധാവി തന്നെ ഇവിടേക്ക് വന്ന് പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് അക്രമികൾക്കൊപ്പം അക്രമികളെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസ് ശ്രമിക്കുന്നു എന്നുള്ള ഗുരുതര ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ജില്ലാ പോലീസ് മേധാവി തന്നെ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അതായത് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം, ഇവിടെ വന്ന് ഇനി ഫോറൻസിക് വിദഗ്ധരുടെ അടക്കം പരിശോധനകൾ നടത്തിയതിന് ശേഷമേ മറ്റ് നടപടികളിലേക്ക് കടക്കുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതായത് എന്താണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊരു പ്രാഥമിക നിഗമനം, അതായത് അവരുടെ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ അതിനെക്കുറിച്ചൊരു പ്രാഥമിക നിഗമനം ഉണ്ടായിട്ടുള്ളത്. അത് എവിടുന്ന് ഈ ഇപ്പൊ പൊട്ടിത്തെറിക്കാൻ അല്ലെങ്കിൽ ഈ പൊട്ടിത്തെറി ഉണ്ടാക്കിയ വസ്തു നമുക്ക് സാധാരണ നിലയിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ള സ്ഫോടക വസ്തു തന്നെയാണെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് എവിടെയാണ് പൊട്ടിത്തെറിച്ചത്, ആ പൊട്ടിത്തെറിച്ച പ്രദേശത്തിന്റെ പ്രാധാന്യം, ആരുടെ വീടിന് മുന്നിലാണ് ഇത്തരം ഒരു സ്ഫോടനം ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം കണക്കിലെടുത്തുകൊണ്ട് ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടുള്ള നടപടികളാണ് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതേപോലെ തന്നെ ഈ പ്രദേശത്തെ മറ്റു ഭാഗങ്ങളിലും ഇതേപോലെ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടായതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതേപോലെ അത് വിശദമായിട്ട് ഈ ഇന്നലെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി നൽകുന്നത്. അതേപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് മുതിർന്ന ഉദ്യോഗസ്ഥനെ തന്നെ ഈ അന്വേഷണ ചുമതല ഏൽപ്പിച്ച് വലിയൊരു സംഘം തന്നെ ആയിട്ട് ഈ കേസിൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ചില വാഹനങ്ങൾ അടക്കം ഈ പ്രദേശത്ത് കണ്ടതായിട്ട് നാട്ടുകാരൊക്കെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഒരു കാറ് സമീപ പ്രദേശത്ത് വന്ന് അധിക സമയം നിർത്തിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേപോലെ തന്നെ ചില ബൈക്കുകൾ, ഇരുചക്ര വാഹനങ്ങളിൽ വന്ന് ആൾക്കാർ തമ്പടിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ നമ്മളോട് വിവരം പങ്കുവച്ചിരുന്നു. ആ സാഹചര്യത്തിൽ ആരൊക്കെയാണ് ഇവിടെ എത്തിയത്, ആ വാഹനങ്ങളുടെ നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കും പോലീസ് നീങ്ങാനുള്ള സാധ്യതയാണുള്ളത്. നിലവിൽ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയ സാഹചര്യത്തിൽ ഇനി ഫോറൻസിക് ഉദ്യോഗസ്ഥരെത്തി ഇതിനെ കൂടുതൽ പരിശോധന നടത്തിയിട്ടായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. നിലവിൽ ശോഭാ സുരേന്ദ്രനുമായിട്ട് തന്നെ ജില്ലാ പോലീസ് മേധാവി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുമെന്നും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ BJPയുടെ ഒരു ഉന്നത സ്ഥാനം വഹിക്കുന്ന ആളുടെ വീട് ലക്ഷ്യമാക്കിയാണ് ഈ ബോംബേർ ഉണ്ടായത് എന്ന സംശയം തന്നെയാണ് നിലനിൽക്കുന്നത്. അത് മാറിപ്പോയതാകാം, അത് എങ്ങനെയായിരിക്കാം മാറിപ്പോകാനുള്ള കാരണമൊക്കെയും നേരത്തെ ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തതാണ്. എങ്ങനെയാണ് BJP നേതാക്കളുടെ പ്രതികരണം എന്താണ്? നേരത്തെ ശോഭാ സുരേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെയുള്ള സംശയങ്ങൾ പലർക്കുമുണ്ട്. എന്തുകൊണ്ട് ഈ ദിവസം തിരഞ്ഞെടുത്തു, എന്തിന് ഇങ്ങനെ ഒരു ആക്രമണം ഇപ്പോൾ ഉണ്ടാകേണ്ടി വന്നു, അവർ നടത്താൻ ഉദ്ദേശിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയും അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി കൂടി ഏറെ പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും കശ്മീരിലുണ്ടായ സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ അല്ലെങ്കിൽ ആ ഒരു ഭീകരവാദികളുടെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇത്തരം ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇത്തരം ഒരു സ്ഫോടനം ഉണ്ടാകുന്നത് വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് BJP കേന്ദ്രങ്ങൾ നോക്കിക്കാണുന്നത്. അതായത് അതേ സമാന നിലയിലുള്ള ഒരു സ്ഫോടനം നടത്തി ആരെ ഭയപ്പെടുത്താനാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തിയതെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് BJP പ്രധാനമായിട്ടും ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. അതായത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. അതായത് സംസ്ഥാന BJPയിലെ തന്നെ ഏറ്റവും മുതിർന്ന ഒരു നേതാവാണ്. ആ നേതാവിന്റെ വീട്
വീടിനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ആ വീടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സ്ഫോടനം നടത്താനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നു, ഇതെന്തിനു വേണ്ടിയിട്ടാണ് എന്നടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ സംസ്ഥാന BJP നേതൃത്വം തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതായത് വായടപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി, ഭീഷണി സ്വരം ഉന്നയിക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം നടത്തി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി നടത്തിയതെന്ന അടക്കമുള്ള കാര്യങ്ങളാണ് BJP ഉന്നയിക്കുന്നത്. അതേപോലെ തന്നെ ഇന്നലെ ഈ ഒരു സംഭവം നടത്താൻ വേണ്ടി തെരഞ്ഞെടുത്ത ദിവസവും അതീവ പ്രാധാന്യമുള്ളത് തന്നെയാണ്. അതായത് ഈ പഹൽഗാം വിഷയം നടന്നതിന് ശേഷം ഈ ഒരു സമാന നിലയിലുള്ള പൊട്ടിത്തെറി ഉണ്ടാവുന്ന അതിന് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങൾ ഉള്ളതാണ്. അതുപോലെ തന്നെ BJPയുടെ തന്നെ മുതിർന്നൊരു നേതാവിന്റെ വീട്ടിലേക്ക് തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം അല്ലെങ്കിൽ ആ വീടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു. ഇതൊക്കെ തന്നെ പോലീസ് ഗൗരവത്തോടെ കാണണം എന്നതാണ് BJP പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കി, പോലീസിന്റെ സുരക്ഷാ കവചമില്ലെങ്കിലും പ്രവർത്തകരുടെ സംരക്ഷണം തനിക്കുണ്ട് എന്നുള്ളൊരു കാര്യവും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇനിമേലിൽ ഇത്തരം പ്രവർത്തികൾ ഉണ്ടാവാൻ പാടില്ല, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളെ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രങ്ങളെ കണ്ടെത്തണം എന്ന് തന്നെയാണ് BJP ആവശ്യപ്പെടുന്നത്. അതിന് തെരഞ്ഞെടുത്തൊരു ദിവസവും അതിനവർ ലക്ഷ്യം വെച്ച നേതാവിന്റെ വീടും ആണ് പ്രധാനമായിട്ടുള്ളത്. അതായത് ശോഭാ സുരേന്ദ്രന്റെ വീടിനെയാണ് ലക്ഷ്യം വെച്ചെങ്കിലും അത് ഇവർക്ക് കൃത്യമായിട്ട് ആ വീട്ടിലേക്ക് എത്താൻ സാധിച്ചില്ല. അതിന് നേരെ മുൻഭാഗത്തുള്ള ഒരു മറ്റൊരു വീടിന് മുന്നിലാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി നടത്താൻ സാധിച്ചത്. അതേപോലെ തന്നെ ഈ പ്രദേശത്ത് ഇന്നലെ ചില വാഹനങ്ങൾ, അജ്ഞാത വാഹനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, കാർ അടക്കം വന്നിരുന്നു, ചില ഇരുചക്ര വാഹനങ്ങളിലടക്കം വന്ന ആളുകൾ തമ്പടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ വലിയ ഗൗരവമേറിയ വിഷയമാണ്. ആ വിഷയങ്ങളിലേക്ക് അന്വേഷണം എത്തണമെന്നാണ് BJP പ്രധാനമായിട്ടും തീർച്ചയായും ഏറെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അന്വേഷണം വലിയ തോതിൽ നടന്നേ മതിയാവുകയുള്ളൂ. ഏതായാലും ജില്ലാ പോലീസ് മേധാവി ഇന്ന് രാവിലെ ഈ വാർത്തകളെ തുടർന്നെങ്കിലും സ്ഥലത്തെത്തി ഒരു പരിശോധന നടത്തിയത് ആശ്വാസകരമാണ്. ഏതായാലും നോക്കാം, FIR ഒക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും ഫോറൻസിക് സംഘവുമൊക്കെ എത്തി ഏത് തരത്തിലുള്ള ബോംബാണ് എന്നൊക്കെയുള്ള പരിശോധനയ്ക്കൊക്കെ ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾക്കൊക്കെ എത്താൻ കഴിയുക.